ഹലോ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് മക്കൾക്ക് സൺഡേ സ്കൂൾ എക്സാം കൂടിയായിരുന്നു. അതുകൊണ്ട് നേരത്തെ വന്നു. അതുകൊണ്ട് നേരത്തെ വരുന്നത് കൊണ്ട് ഞാൻ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചോറ് മാത്രം വെച്ച് കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പോയിരുന്നത്. അപ്പം വന്നിട്ടെന്ന് ഇച്ചിരി കറി വെക്കാമല്ലോ എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇന്ന് വേറെ മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി പെട്ടെന്ന് വെച്ച് മുട്ട ഞാൻ അങ്ങനെ ചോറിന് മുട്ട കറി വെക്കാറില്ല. ആദ്യമായിട്ടാണ് കേട്ടോ മുട്ട ഇച്ചിരി കറി വെക്കുന്നത്, ചോറിന് കഴിക്കാൻ വേണ്ടി കറി വെക്കുന്നത്. അപ്പോഴത്തേനും കഞ്ഞിക്കുഴിയിൽ നിന്ന് ടൗണിൽ നിന്ന് ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കാനുള്ളതും ട്രീ ഉണ്ടാക്കാനുള്ളതുമായ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ കടയിൽ നിന്ന് ചേട്ടൻ നേരിട്ട് കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് മക്കൾക്കും ഫുഡെല്ലാം കൊടുത്തിട്ട് നമുക്കത് നോക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. കാരണം നമുക്ക് ഈ പെണ്ണുങ്ങളെന്നല്ല എല്ലാവർക്കും തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷയില്ലേ. ഒരു സാധനം കിട്ടുമ്പം അത് തുറന്ന് നോക്കിയില്ലെങ്കിൽ ഭയങ്കര ആകാംക്ഷയില്ലേ. ആ സെയിം ആളാണ് കേട്ടോ ഞാൻ. പെട്ടെന്ന് ഇച്ചിരി മുട്ട കറി വെച്ചു. ഇച്ചിരി ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ആദ്യം പൊട്ടിച്ച് ഉണ്ണീശോ സെറ്റാണ് കേട്ടോ. എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഇങ്ങനെ ഉണ്ണീശോ സെറ്റ് മേടിച്ചിട്ടുമില്ല, വീട്ടിലുണ്ടായിട്ടും ഉണ്ടായിരുന്നില്ല. ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. മറ്റുള്ളവരുടെ വീട്ടിൽ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പം ഞങ്ങൾ സെപ്പറേറ്റ് മാറിയപ്പോഴും പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ചേട്ടായി പറഞ്ഞത് പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ നമുക്കത് മേടിക്കാടി, പുതിയ വീട്ടിൽ പുൽക്കൂടും ട്രീയൊക്കെ ഉണ്ടാക്കാം എന്നുള്ള പ്ലാൻ. അവിടെയും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതെടുക്കാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര മനസ്സിനൊരു എന്താ പറയുക, ഒരു ഉത്സാഹം. അതെടുക്കണം, അത് എത്രയും പെട്ടെന്ന് കാണുന്നതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഈ പൊതിഞ്ഞ് ഭദ്രമാക്കി വെച്ചേക്കുന്ന ഉണ്ണീശോയാണ്. ഇതാണ് ഉണ്ണീശോയുടെ പുൽക്കൂട് ഉണ്ണീശോ. ഇത് ഇച്ചിരി വലിയ ഉണ്ണീശോയാണ്. സെറ്റ് ഫുള്ളും വലിയ സെറ്റ് തന്നെയായിരുന്നു കേട്ടോ. മാലാഖേനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് തമ്പരാൻ ഈ മാലാഖേനെയൊക്കെ ഞാൻ എവിടെ കെട്ടി തൂക്കും എന്നോർത്തോണ്ടായിരുന്നു. കാരണം ട്രീ ഉണ്ടാക്കിയിട്ടില്ല, പുൽക്കൂട്ട് നമുക്കിതൊന്നും ഉണ്ടാക്കി ശീലമില്ലല്ലോ. പക്ഷേ അത് കടയിലുള്ളവർ നല്ല ഭദ്രമായിട്ട് പൊതിഞ്ഞ് കച്ചിയൊക്കെ വെച്ച് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നല്ല ഭദ്രമായിട്ടാണ് കേട്ടോ തിരിച്ച് നമ്മുടെ കയ്യിൽ സാധനം ഏൽപ്പിച്ചത്. നല്ല ഭദ്രമായിട്ടായിരുന്നു. അപ്പോഴത്തേനും പിന്നെ എന്നാൽ അടുത്തത് പുൽക്കൂടിൻ്റെ എല്ലാം സെറ്റെല്ലാം മാറ്റി വെച്ചു. എന്നാൽ ഇച്ചിരി നമുക്കെന്നാൽ അടുത്ത എന്നെക്കൊണ്ട് ഇപ്പം പറ്റുന്നത് ഒരു ട്രീ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ട്രീക്കകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നോക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ട് സാധനമൊക്കെ എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ. ഇതെന്തോ പൂമാല. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പൂമാല കഴുത്തിലിടുന്നൊരു എന്തോ ഒരു പ്രതീതിയായിരുന്നു. കല്യാണത്തിനൊക്കെ പൂമാല കഴുത്തിയിട്ടില്ലേ? എൻ്റെ കല്യാണത്തിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ ഇത് കേട്ടപ്പോൾ. എനിക്കത് ഭയങ്കരമായിട്ട്, പിള്ളേർക്കും ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ പിള്ളേർക്കും നമ്മുടെ ചെറുപ്പത്തിലായപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു മിരുമിരിപ്പില്ലേ, അത് തന്നെയായിരുന്നു കേട്ടോ. അവർ നല്ല ശ്രദ്ധയോടൊക്കെ നോക്കിയിരുന്നു. ഒത്തിരി ഒന്നും നശിപ്പിക്കാതെ, ഒത്തിരി നശിപ്പിക്കുന്നൊരു ശീലം പണ്ടേ ഇല്ല. ഇങ്ങനത്തെ സാധനങ്ങൾ അവരുടെ സാധനങ്ങളെല്ലാം നശിപ്പിക്കും കേട്ടോ. അന്ന് ഇപ്പം തന്നെ നമുക്ക് ട്രീ ഉണ്ടാക്കിയേക്കാമെന്ന് പറഞ്ഞതിൻ്റെ സന്തോഷമാണ്. കാരണം നാളെ തൊട്ട് സ്കൂളിൽ പോകില്ല, പരീക്ഷ തുടങ്ങും. ഇപ്പം ഇവരെ ഇതിനു വേണ്ടി ഞാൻ ഇരുത്തില്ല. അപ്പം മേളിൽ കിടന്നുറങ്ങിയ അപ്പനെ പോയി കുത്തി വിളിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്ന രീതി കേട്ടോ. കാരണം ഇത് ട്രീ ഉണ്ടാക്കണമെങ്കിൽ കമ്പും കോലൊക്കെ വേണമല്ലോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ അവർ കമ്പ് വെച്ച് ഈറ്റ വെച്ചൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെ പ്ലാനിങ്ങിൽ ചെയ്യാം എന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അച്ഛനെ കൊണ്ട് ഈറ്റ വെട്ടിക്കാൻ, ഈറ്റയാണോ മുളയാണോ എന്തോ സംഭവമാണത്. അപ്പോൾ അത് വെട്ടിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പൻ്റെ കാര്യം നല്ല കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് നടത്തി തന്നു. എന്നിട്ട് പയ്യെന്നാൽ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ തുടങ്ങിയതാണ് കേട്ടോ. എവിടെ ചെന്ന് അവസാനിക്കും, എവിടെ ചെന്ന് തീരുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം, എവിടെ ചെന്ന് തീരും എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ നോക്കാം. ഒന്നാമത്തെ കേസ്, ഞാൻ ഒരു സൈഡിൽ പിടിക്കും, മറ്റേ കമ്പ് ആ സൈഡിൽ പോവും, ഇല്ലെങ്കിൽ വാക്കത്തി വേറെ വഴി കൂടെ പോവും. കാരണം ഇതൊന്നും നമുക്ക് വലിയ ശീലമില്ലാത്ത പണിയാണ് കേട്ടോ. എന്നെ സഹായിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന കുരുപ്പാണ്. ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തിനും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടുമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നു. പക്ഷേ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ലാന്നേ. അവസാനം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടാക്കാൻ. അപ്പോൾ അവളുമാരോട് ഞാൻ പറഞ്ഞു, ഇത് ആരും ഉണ്ടാക്കിയില്ല, അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഓടി വന്നതാണ് കുരുപ്പ്. കുറേ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഒത്തത് കേട്ടോ. വള്ളി എടുത്തുകൊണ്ട് വന്ന ശൈലി കണ്ടോ, ഒരു വലിയ വള്ളി എടുത്തുകൊണ്ട് വാടിയെന്ന് പറഞ്ഞപ്പോഴത്തേന് കുഞ്ഞൊരു ഇത്തിരിക്കേ ഉള്ളൊരു വള്ളി എടുത്തുകൊണ്ട് വന്നത് എൻ്റെ മോള്. ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കടിയെന്ന് പറഞ്ഞപ്പോഴത്തേനും കുഞ്ഞിക്കുരുപ്പ് മാറിയതാ. ഇരുന്നും കിടന്നും നിരങ്ങിയാണ് കേട്ടോ ഞാനൊരു ട്രീ ഉണ്ടാക്കുന്നത്. ട്രീ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ഏത് അവസ്ഥയാണെന്ന് തമ്പുരാനെ എനിക്കറിയില്ല. അതിലെല്ലാം രസമെന്ന് വെച്ചാൽ
ഇത് ഉണ്ടാക്കിയിട്ടും താഴെ എത്തണുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്താ അത്രയും വലിയ ട്രീ ആണോന്ന്. ട്രീ വലുതായത് കൊണ്ടല്ല കേട്ടോ, അതിൻ്റെ ആ ഗ്രീൻ ആ സാധനം ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനി താഴെ എത്തണമെങ്കിൽ ഒരു 3-4 മീറ്റർ 3-4 എങ്കിലും ഉണ്ടെങ്കിൽ താഴെ എത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ട്രീ ഒക്കെ ചെറുത് തന്നെയായിരുന്നു, അത്ര വലുതൊന്നുമല്ല. എൻ്റെ മോളൊക്കെ കിടന്നു ഇരുന്നു അത് ആസ്വദിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ട്രീ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ച ബോളും അതിനകത്തെ ഗിൽറ്റും എല്ലാം തച്ചിനിരുന്ന് ചിരണ്ടി കളയുമായിരുന്നു മോള്. അവസാനം വഴക്ക് പറഞ്ഞ് രണ്ടിനെയും കൂടി പെരക്കകത്ത് കയറ്റി വിട്ടു കേട്ടോ. അപ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അവൾമാരോട് വർത്താനം പറയാൻ വേണ്ടി വന്നു, അനിയൻ വന്നു, വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ അവരുടെ പുറകെ ആയിരുന്നു. നമ്മൾ മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്. നമ്മൾ പുതുതായിട്ട് വീട് വെച്ചേക്കുന്നത് മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഒറ്റ സമാധാനം 24 മണിക്കൂറും വണ്ടി കാണാം. മക്കൾക്കും ഒരു നേരം പോക്കുണ്ട്. ഇതിൻ്റെ ഇടയിൽ വിശക്കൂലേ അല്ലേ, അപ്പോൾ ബോളി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതും കഴിച്ചുകൊണ്ടാണ് കേട്ടോ അടുത്ത പണി മുന്നോട്ട്. അടുത്ത നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിനകത്ത് എങ്ങനെയെങ്കിലും വെട്ടം സെറ്റ് ചെയ്യണ്ടേ. അപ്പം പുതിയതൊന്നും ഉണ്ടായിരുന്നില്ല, പഴയ ഒരു അക്കോറിയത്തിൻ്റെ ഇതിനടിയിൽ മീനുകൾക്ക് ഇച്ചിരി പ്രകാശം കൊടുക്കുന്നത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ അതിനടി വെച്ചിരിക്കുന്ന ബൾബ് തപ്പാൻ വേണ്ടി പോയതാണ് കേട്ടോ. അത് കെട്ടിയും സെറ്റ് ചെയ്ത് അതിനകത്തുനിന്ന് വലിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട്, അത് ചവിട്ടി നിവർത്തേണ്ട അവസ്ഥ വന്നു കേട്ടോ അവസാനം. പക്ഷേ അത് അത്രയും കഷ്ടപ്പെട്ട് മേളിൽ കൊണ്ടുവന്നപ്പോൾ വെറുതെ ആയി ഗൈസ്. കാരണം അതിൻ്റെ പകുതിയുടെയും വയർ വിട്ടു പോയിട്ടുണ്ടായിരുന്നു, ബൾബിൽ നിന്നെല്ലാം കണക്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അത് വിളിച്ച് ചോദിച്ച് പറഞ്ഞു, നീ തൊടണ്ട, അത് അതേപടി അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. പക്ഷേ അത് വെട്ടമില്ലെങ്കിൽ സുമാറില്ലല്ലോ. അപ്പം ഞാൻ അടുത്ത വഴി നോക്കാതിരിക്കുമോ? ഇല്ല. അപ്പം തന്നെ അനിയനെ കടയിലേക്ക് ഓടിച്ചോട്ടാ. അനിയനോട് ബൾബ് മേടിച്ചോട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ഫിനിഷിങ് ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയില്ലേ. അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ട് ആദ്യമായിട്ടും വെച്ചിട്ട് എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ലേ, മനസ്സിനൊരു സങ്കടമല്ലേ. അത് മുഴുവൻ പോയായിരുന്നു കേട്ടോ, എല്ലാം കണക്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ഞാനത് കുത്തിക്കഴിഞ്ഞ് ചിലപ്പോൾ ഇടുക്കി ജില്ലയിലെ കറണ്ട് ഫുള്ളും കളയും. കാരണം അമ്മാതിരി കിടപ്പിലാട്ടോ അത് കിടന്നേ. പിന്നെ അനിയനപ്പോഴത്തേനും 2 മോഡൽ മേടിച്ചുകൊണ്ട് വന്നു. ഇത് ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കെപ്പോഴും ആ പഴയ ലെവലിലോടാണല്ലോ താല്പര്യം, എപ്പോഴും കത്തി നിൽക്കുന്നത് ശരിയല്ലല്ലോ. മിന്നിയും വന്നും പോകുന്നല്ലേ എപ്പോഴും നല്ലത്. ഒരു കുടുംബമായാൽ സന്തോഷം പിണക്കവും വഴക്കൊക്കെ ഉള്ള പോലെ തന്നെ ഇടയ്ക്ക് വന്നും പോയി നിന്നില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഞാനും മിന്നിയും വന്നും പോകുന്നതന്നെ കേട്ടോ സെലക്ട് ചെയ്തത്. ബാക്കി മറ്റേത് ഞാനീ കൊടുക്കാൻ വേണ്ടി പോയി. പിന്നെ അതിലും വലിയ ടാസ്ക് ഈ സാധനം ചുറ്റിപ്പറക്കി എടുക്കണമല്ലോ. കാരണം നല്ല വലിപ്പമുള്ള ബൾബിൻ്റെ വയർ തന്നെയായിരുന്നു കേട്ടോ, നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ഛ കസാരയായിട്ട് കയറുന്ന വേറൊന്നും അങ്ങോട്ടുമല്ല, നമുക്ക് നക്ഷത്രത്തിൻ്റെ കണക്ഷൻ കൊടുത്തേക്കുന്നത് മേളിലാണ്. അതുകൊണ്ട് അങ്ങോട്ടാണ് കേട്ടോ ഈ കയറി പോകുന്നത്. അത് സ്വിച്ച് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള സ്വിച്ചായിട്ടല്ല അത് കൊടുത്തേക്കുന്നത്, നേരിട്ട് കുത്തി അപ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകും. കാരണം അത് 24 മണിക്കൂറും ഇതായിട്ട് എനിക്കത് ക്യാമറയ്ക്ക് വേണ്ടി കണക്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ക്യാമറ വെക്കാൻ വേണ്ടി കണക്ട് ചെയ്തേക്കുന്ന സ്വിച്ച് ബോർഡിൻ്റെ അതാണ് കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാൻ എന്നൊരു ഓപ്ഷൻ അതുകൊണ്ട് 24 മണിക്കൂർ അത് ആവശ്യം കഴിയുമ്പോൾ മൊത്തത്തിൽ ഊരിയിടുക എന്നൊരിത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ടാസ്ക് ആയിരുന്നു ചുറ്റിൽ. ഞാൻ അതുകൊണ്ട് തച്ചിനിരുന്ന് ചുറ്റുമായിരുന്നു കേട്ടോ, തച്ചിനിരുന്ന് ചുറ്റുമായിരുന്നു. പിന്നെ മക്കൾ പെരയ്ക്കകത്ത് മുറ്റത്തുനിന്ന് കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുങ്ങൾക്ക് ഒരു രസമല്ലേ വൈകുന്നേരം വണ്ടി വെട്ടമൊക്കെ അടിച്ചു പോകുന്ന കാണുമ്പോൾ. ചെറുപ്പത്തിൽ നമുക്കുള്ള ഒരു ഇത് തന്നെ മക്കൾക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം ഇപ്പം ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നിടത്തും രണ്ടാമത് മാറിയെടുത്തും ഇങ്ങനെ വണ്ടി വണ്ടി ഇങ്ങനെ റോട്ടിൽ കൂടെ ഒന്നും കാണാൻ പറ്റില്ല. ഇടയ്ക്ക് അവരുടെ വീടുകളുടെ വണ്ടി വരുമ്പോൾ മാത്രം അത് തന്നെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. 1-2 വണ്ടി പാസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറി പോകുന്നോടം വരെ അവരെപ്പോഴും മുറ്റത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ അന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് ഇച്ചിരി നല്ല തിരക്കുള്ള ദിവസം കൂടിയല്ല. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടി പാസ് ചെയ്ത് പോകുന്ന ഹൈവേ റോഡ് കൂടിയാണ്. ഇഷ്ടംപോലെ വണ്ടി പാസ് ചെയ്ത് പോകുന്ന കാണാൻ പറ്റൂട്ടാ. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളുടെ ക്രിസ്മസ് എവിടം വരെയായി? ട്രീയും പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയോ? എല്ലാവർക്കും നല്ല ഒന്നാം തര ഹാപ്പി ക്രിസ്മസ് കേട്ടോ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അടിച്ചു പൊളിക്കുക കേട്ടോ. പിന്നെ ആഘോഷിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും. വിദേശത്തുള്ളവർക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനത്തെ വിശേഷങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ്. സ്വന്തം നാട്ടിൽ വരാൻ പറ്റാത്ത എൻ്റെ ഹസ്ബൻഡിനുണ്ട് കേട്ടോ, നല്ല സങ്കടമാണ്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ, ആ കേസിലൊന്നും ആരും വിഷമിക്കേണ്ട, എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും കേട്ടോ. ക്രിസ്മസ് ഇനിയും വരുമല്ലോ. അങ്ങനെ എൻ്റെ ഏകദേശം ക്രിസ്മസ് ട്രീ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പൂർത്തിയായിട്ടോ. ഞാൻ ബൾബ് തെളിച്ചു. എനിക്ക് നല്ല ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ, അപ്പം നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഭംഗിയാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഒപ്പിക്കാമല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ നല്ലൊരു സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ട്രീ ആണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഓർക്കും ഇത് വലിയ കാര്യമാണോ, ഇതൊക്കെ വലിയ അനക്കാര്യമാണോ? പക്ഷേ എനിക്കിതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് വലിയ കാര്യങ്ങളാണ്. എന്താ പറയുക, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി കുഞ്ഞു കാര്യങ്ങൾ. കാരണം അപ്പനുള്ളപ്പോൾ ഇതിലും നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി ഉണ്ടാക്കും. പക്ഷെ നമുക്ക് അതിനുള്ളതൊന്നും അറിയാനില്ലല്ലോ. അപ്പം കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷിക്കാതെ എങ്ങനെയിരിക്കും? നമ്മുടെ സന്തോഷമല്ലേ ഇതൊക്കെ. ഞങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ഇത്രയും ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ചെറിയ സന്തോഷത്തിലും ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്.
കാരണം വലിയ വലിയ എന്താ പറയുക, നമ്മുടെ മനസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു കുഞ്ഞു കാര്യം ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പം അതുങ്ങളുടെ സന്തോഷം കാണുമ്പം അതിലും വലിയ സന്തോഷം ഈ ലോകത്തൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ തന്നെയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പം അതിൻ്റേതായ എന്നെക്കൊണ്ട് പറ്റുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും എൻ്റെ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ട്രീയും ക്രിസ്മസും ഇതൊക്കെ തന്നെയാണ്, വലിയ ആഘോഷം പരിപാടികളും ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രീ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൂടെ കൂടുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് 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 സ്നേഹം നിറഞ്ഞ നല്ല അടിപൊളി ഒരു ഹാപ്പി ക്രിസ്മസ്, പിന്നെ നല്ലൊരു പുതുവർഷ ആശംസകൾ കേട്ടോ.